മുഹറം 10 അന്ന് നോമ്പ് നോറ്റാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ അവർ ഇങ്ങനെ പറയുകയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദ ഫരീളത്തി സ്വലാത്തിൽ ലൈൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ മുഹറം 10 അന്നത്തെ പവിത്രത കുറിച്ച് പറയുകയാണ്. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം 10 അന്നാണ്. അതിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഹറം 10 അത് നിങ്ങൾ നോമ്പ് നോക്കണേ. അതെങ്ങാനും മുഹറം 10 അന്ന് നോമ്പ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത പാപങ്ങളുണ്ടല്ലോ, ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. ആ ചെയ്തു കൂട്ടിയ ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കൊല്ലത്തെ കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, 4-5 ദിവസം കഴിഞ്ഞാൽ ശുദ്ധമായി മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുഹറം മാസം കടന്നു വരുമ്പോൾ മുഹറം മാസത്തിൽ നിങ്ങൾ ആദരിക്കണേ, നിങ്ങൾ ബഹുമാനിക്കണേ, നിങ്ങളെ ശ്രേഷ്ഠത കാണിക്കണേ. നിങ്ങൾ മുഹറം 10 നോമ്പ് നോക്കണേ. അല്ലാഹുവേ, മുഹറം മാസത്തെ വരവേൽക്കാൻ, മുഹറം മാസത്തിനെ ബഹുമാനിക്കാൻ, മുഹറം മാസത്തിന് ആദരിക്കാൻ, മുഹറം 10 അവിടെ നോമ്പ് നോക്കാൻ നിങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്തവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്.